നമസ്കാരം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഡിനയൽ, നിരാസം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. എന്താണ് ഡിനയൽ? ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കെല്ലാം ഫസ്റ്റ് പേഴ്സണിൽ തന്നെ പറയാം, ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ നമ്മളെക്കുറിച്ച് പറയുന്നതല്ലേ എപ്പോഴും നല്ലത്. നമുക്ക് എപ്പോഴും ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യാനാണ് ധൃതി. സോ ഡിനയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, നമുക്കൊരു കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറമേ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ അതവിടെ ഇല്ല എന്ന് പറയുക. നമ്മുടെ പ്രശ്നമായാലും പുറമേ നിന്നുള്ളതായാലും അതില്ല എന്ന രീതിയിൽ പറയുക, ചിന്തിക്കുക, അതനുസരിച്ച് പെരുമാറുക. ഇതാണ് ഡിനയൽ. ഒരു വലിയ ട്രോമയെ നമ്മൾ നേരിടുന്നതിന് സാധാരണ 5 സ്റ്റേജ് ഉണ്ട്. ഡാബ്ഡ സ്റ്റേജ് എന്നാണ് അത് പറയുക. ഡിനയൽ, ആങ്കർ, ബാർഗെയിൻ, ഡിപ്രഷൻ ആൻഡ് അക്സെപ്റ്റൻസ് എന്നിങ്ങനെയാണ്. ആദ്യം നിരാസം, പിന്നെ ദേഷ്യം, ആങ്കർ. എന്തിനാണിത്? ആദ്യം എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള ഡിനയൽ, രണ്ടാമത് എനിക്ക് പ്രശ്നം വന്നു എന്നുള്ള ദേഷ്യം, പിന്നെ ബാർഗെയിൻ, ഈ പ്രശ്നം ഒഴിവാക്കാമെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തോളാം, അങ്ങനെ ചെയ്തോളാം, പകരം ഞാനിത് ചെയ്യാം എന്നുള്ള ബാർഗെയിൻ, വിലപേശൽ, പിന്നെ ഡിപ്രഷൻ, അയ്യോ എനിക്കിത് വന്നല്ലോ എന്നുള്ളത്. അവസാനമാണ് ആക്സെപ്റ്റൻസും, പിന്നെ അവിടെ നിന്നുള്ള മൂവിങ് ഫോർവേഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പുറമേ നിന്നുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അതിനേക്കാൾ കൂടുതൽ ഇൻറ്റേർണൽ തോട്ട്സിനെയും ഇൻറ്റേർണൽ ബിഹേവിയേഴ്സിനെയും കുറിച്ചാണ്. ഡിനയൽ എന്നത് പ്രധാനപ്പെട്ടതാണോ? ഡിനയലിന് പ്രാധാന്യമുണ്ടോ? അതൊരു കംപ്ലീറ്റ്ലി വേഴ്സ്റ്റ് ആയിട്ടുള്ള തിങ് ആണോ? അത് ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഡിനയൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്, അല്ലെങ്കിൽ തുടക്കത്തിൽ കുറച്ച് നേരത്തെ തുടക്കത്തിൽ കുറച്ച് നേരം അതൊരു സഹായകരമാണ് എന്ന് പറയേണ്ടി വരും. ഐ എം നോട്ട് ടോക്കിംഗ് ഓഫ് എൻ ഐഡിയൽ സിനാരിയോ. പക്ഷേ പ്രാക്ടിക്കലി നമ്മളെല്ലാം പല രീതിയിലുള്ള വീക്ക്നെസ്സുകളും പ്രശ്നങ്ങളുള്ള മനുഷ്യരാണ്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ പെട്ടെന്നൊരു ട്രോമ വരുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ തെറ്റുകളോ കുറവുകളോ കാണേണ്ടി വരുമ്പോൾ, അവയെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, ആദ്യം പെട്ടെന്ന് നമ്മുടെ ആ ഈഗോ തകർന്നു പോകാതിരിക്കാൻ, ഇൻറ്റേർണലിയോ എക്സ്റ്റേർണലിയോ നമ്മൾ കെട്ടിപ്പൊക്കിയ കൊട്ടാരങ്ങൾ തകർന്നു പോകാതിരിക്കാൻ, കുറച്ച് നേരത്തേക്ക് നമ്മളെ സംരക്ഷിച്ച് നിർത്താൻ ഡിനയൽ സഹായിക്കും. ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾക്ക് മനസ്സിലാക്കുകയും അതിനെ നേരിടുകയും ചെയ്യുന്നതിനുള്ള ആ ഒരു ശക്തി, ആ ഒരു കരുത്ത്, ആ ഒരു യാഥാർത്ഥ്യ ബോധം നമുക്ക് കിട്ടുന്നത് വരെയുള്ള, അല്ലെങ്കിൽ അതിന് നമ്മൾ തയ്യാറെടുക്കുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ സ്റ്റേജ്, ആ കുറച്ച് നേരത്തേക്ക് നമ്മളെ ഒന്ന് പെട്ടെന്ന് വീഴാതെ പിടിച്ചു നിർത്താൻ ഒരു പക്ഷേ ഡിനയൽ എന്നുള്ള മെത്തേഡ് സഹായിച്ചിരിക്കും. അപ്പോൾ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ്സ് ഓക്കെ, ആക്സെപ്റ്റബിൾ. ടു ആൻ എക്സ്റ്റെൻറ്റ് ദാറ്റ്സ് ഓക്കെ, നോർമൽ. പക്ഷേ it gives us time to cope while protecting us in the meantime. ഓക്കെ, നമുക്ക് കോപ്പ് അപ്പ് ചെയ്യാൻ, നേരിടാൻ ഇത്തിരി സമയം നൽകും. പിന്നെ പതുക്കെ നമ്മൾ ആ ഡിനയിൽ നിന്ന് മാറി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണം. എന്നാൽ പ്രശ്നം വരുന്നത് നമ്മൾ പേഴ്സിസ്റ്റൻ്റ്ലി ഡിനയൽ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ്. ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് മൂവ് ഓൺ ചെയ്യേണ്ട സമയമായിട്ടും നമ്മളത് അംഗീകരിക്കാതെ, അപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് ആദ്യം പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്നൊരു ചിന്ത വരികയും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണം. എന്നാൽ അത് ചിന്തിക്കാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല, എല്ലാം മറ്റുള്ളവരുടെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ തന്നെ സ്റ്റക്ക് ആവുകയാണെങ്കിൽ, ആ ഒരു ഡിനയൽ മോഡ്, ഫസ്റ്റ് ആൻഡ് ട്രാൻസിയൻ്റ് ആവേണ്ട ആ ഒരു ഡിനയൽ മോഡിൽ നമ്മൾ സ്റ്റക്ക് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട അളവിനേക്കാൾ വളരെ കൂടുതൽ അളവിൽ നമ്മൾക്ക് ഡിനയൽ ഉണ്ടാവുകയാണെങ്കിൽ, ദെൻ ദാറ്റ് ബിക്കംസ് എ പ്രോബ്ലം. അങ്ങനെയുള്ള അധിക സമയമോ അധിക ശക്തിയോ ഉള്ള ഡിനയൽ നമ്മളെ സത്യസന്ധമായ ഇൻട്രോസ്പെക്ഷൻ, സ്വയം വിലയിരുത്തലിൽ നിന്നും, പുറകിൽ നടന്ന കാര്യങ്ങൾ വിലയിരുത്തലിൽ നിന്നും തടയുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. ഇതിൽ നമ്മളെന്ന് വെച്ചാൽ ആരോ ആവാം, ആ പ്രശ്നങ്ങൾ നമുക്കൊരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ ആ ഡിനയൽ ഇരിക്കുമ്പോൾ നമ്മൾ സ്വയം ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള സ്വയം ന്യായീകരണം, ഒളിഞ്ഞും തെളിഞ്ഞും പല രീതിയിലും നമ്മളെ ബോധിപ്പിക്കാനും ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാനും ഒക്കെയുള്ള കണ്ടിന്യൂസ് സ്വയം ന്യായീകരണമാണ് ഈ ഡിനയൽ സ്റ്റേജിൽ ഉണ്ടാവുക. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ ഡിനയൽ സ്റ്റേജിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുകയും ചെയ്യും. ഇവിടെ ഡിനയലിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കണം. ഡിനയലിൻ്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇറ്റ് ഫോക്സ് അവർ മൈൻഡ്, നമ്മുടെ ചിന്താഗതിയുടെ ക്ലാരിറ്റി കളയും, ഫോഗിങ് പോലെയാവും. ഇറ്റ് ബ്ലോക്സ് ഓണസ്റ്റ് ഇൻട്രോസ്പെക്ഷൻ ആൻഡ് റിട്രോസ്പെക്ഷൻ ആൻഡ് ഗെറ്റ്സ് us in a vicious loop. നമ്മൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, നമ്മളെല്ലാം ഓക്കെയാണ്, അതുകൊണ്ട് ഇനിയും ചെയ്യാം, അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ ചെയ്യുന്നതിൽ തെറ്റില്ല, ഇനിയും ചെയ്യാം, അങ്ങനെ ഒരു വിഷ്യസ് ലൂപ്പ്, വെറുതെ വട്ടത്തിൽ കിടന്ന് കറങ്ങാം. നമ്മൾ ഒരിക്കലും ആ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കില്ല. സോ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ വിഷ്യസ് ലൂപ്പ് വി ഹാവ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ഡിനയൽ എന്നുള്ളത് പ്രധാനമാണ്. ഇവിടെ സങ്ക് കോസ്റ്റ് ഫാലസി എന്നൊരു ടേം കൂടി ഞാൻ പറയുന്നു. നമ്മൾ ഒരുപാട് ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നമുക്ക് ചേർന്നതല്ല, അല്ലെങ്കിൽ നമുക്ക് പറ്റിയതല്ല, നമ്മുടെയോ അവരുടെയോ പ്രശ്നങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ട, പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ടോ അത് അതേപടി തുടരാനാവില്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സമയമെടുക്കും. നമ്മൾ അത്രത്തോളം സമയവും എനർജിയും ഇമോഷൻസും ആ വ്യക്തിയിൽ അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ കേസാകുമ്പോൾ പൈസയാവാം, ഭൗതികമായോ മാനസികമായോ ഉള്ള കാര്യങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ വൈകാരികമായ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് വേണ്ടാത്തതാണ്, അല്ലെങ്കിൽ അത് എനിക്ക് ഹിതകരമല്ല, അല്ലെങ്കിൽ ആർക്കും ഹിതകരമല്ല എന്ന് മനസ്സിലാക്കിയാൽ പോലും അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമുക്കൊരു മടിയുണ്ടാവും. നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തത് വെറുതെ ആയിപ്പോയില്ലേ, അല്ലെങ്കിൽ നോട്ട് വർത്ത് ആയിപ്പോയില്ലേ എന്നുള്ള ചിന്ത കൊണ്ട് നമുക്കത് വരാം. പലപ്പോഴും നമ്മുടെ തെറ്റുകൾ തിരുത്തുന്നതിൽ നിന്ന് ഈ സങ്ക് കോസ്റ്റ് ഫാലസി നമ്മളെ തടയും. അപ്പോൾ ഈ ടേം നമുക്ക് ഡിനയലിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്.
വാട്ട് ക്യാൻ ഹെൽപ്പ് us ഗെറ്റ് ഔട്ട് ഓഫ് ഡിനയൽ? ഡിനയലിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ എന്താ വേണ്ടത്? നമുക്ക് മാത്രമേ നമ്മളെ പൂർണ്ണമായി സഹായിക്കാൻ പറ്റൂ. ബാക്കിയുള്ളവർക്ക് ഒരുപക്ഷെ നമ്മളെ സ്വയം സഹായിക്കുന്നതിന് എനേബിൾ ചെയ്യാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഡിനയലിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. സത്യസന്ധമായി നമ്മളോട് സംസാരിക്കുന്നവർ, നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അധ്യാപകരോ ആരോ ആയിക്കോട്ടെ, നമ്മുടെ ഡിനയൽ സ്റ്റേജിനെ കുറിച്ചും നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചും സത്യസന്ധമായി നമ്മളോട് പറയുകയും അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന നല്ല വെൽവിഷേഴ്സ് നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അത് നമ്മളെ സഹായിക്കും. നേരെ മറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും അതാടാ ശരി, നീ പറയുന്ന ആടാ ശരി എന്ന് പറഞ്ഞ് നമ്മുടെ തെറ്റായ ധാരണകളെയും നമ്മുടെ ഡിനയലിനെയും നമ്മുടെ സങ്ക് കോസ്റ്റ് ഫാലസിയെയും വളമൊഴിച്ച് എന്ത് കാരണം കൊണ്ടാണോ എന്ന് അറിഞ്ഞോളൂ വളർത്തിക്കൊണ്ട് വരുന്നവർ നമ്മളെ എന്നും അത്തരത്തിലുള്ള എക്കോ ചേമ്പേഴ്സ്, അത് വ്യക്തികളോ സ്ഥാപനങ്ങളോ പ്രസ്ഥാനങ്ങളോ ചിന്തകളോ എന്തോ ആയിക്കോട്ടെ, അവ നമ്മളെ എന്നും ആ എക്കോ ചേമ്പറുകളിൽ തന്നെ തളച്ചിടും. ഒരിക്കലും ഡിനയിൽ നിന്ന് പുറത്ത് കിടക്കാതെ, ഒരിക്കലും സങ്ക് കോസ്റ്റ് ഫാലസിയെ മറികടക്കാതെ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളുടെയും സ്വന്തം വർത്തമാനത്തിലും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ തോട്ട്സിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് വളരെ സൂക്ഷ്മമായിട്ട് സത്യസന്ധമായിട്ട് കുറച്ച് ക്രിട്ടിക്കലായിട്ട് നിരീക്ഷിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മൾ ഈ ലൂപ്പിലാണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അതിന് നമുക്ക് സ്വയം മെഡിറ്റേഷൻ, സെൽഫ് കോൺസെൻട്രേഷൻ, കുറച്ച് നമ്മുടെ മനസ്സിനെ ഉള്ളിലേക്ക് പിടിച്ച് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കേണ്ടതാണ്. ഇനി സൊസൈറ്റിക്കോ അല്ലെങ്കിൽ വേറെ വ്യക്തികൾക്കോ ചെയ്യാനുള്ളത്, ഒരാൾ പേഴ്സിസ്റ്റൻ്റ്ലി ഡിനയിലായിരുന്ന ഒരാൾ അയാൾ തെറ്റ് മനസ്സിലാക്കിയ ഡിനയിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഡിനൈ ചെയ്യുന്നവരെ സ്ട്രോങ് ആയിട്ട് കാണുന്ന ഒരു തെറ്റായ ധാരണയുണ്ട്. എന്ത് തെറ്റ് ചെയ്താലും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും പറയുന്നവരെ, അതിപ്പോൾ രാഷ്ട്രീയ നേതാക്കളോ മത നേതാക്കളോ ആരോ ആയിക്കോട്ടെ, അവരെ ധൈര്യമുള്ളവരും ശക്തരും തോൽക്കാത്തവരുമായി സെലിബ്രേറ്റ് ചെയ്യുകയും തെറ്റുകുറ്റങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നവരെ വീക്കായിട്ട് അവർ ശക്തിയില്ലാത്തവരാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതും നമ്മുടെ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ആരാധകരുടെയൊക്കെ ഒരു തെറ്റാണ്. തനിക്കൊരു തെറ്റ് പറ്റി അല്ലെങ്കിൽ താൻ ഒരു തെറ്റായ ചിന്താഗതിയിലായിരുന്നു എന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറാവുന്നവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും ചുരുങ്ങിയ പക്ഷം അവരെ ശക്തി കുറഞ്ഞവരും ഭീരുക്കളുമായി മുദ്രകുത്താതിരിക്കുകയെങ്കിലും ചെയ്യണം. കാര്യം പുറമേ നിന്ന് എന്ത് മുദ്രകുത്തൽ ഉണ്ടായാലും എനിക്ക് ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്യും എന്ന തലത്തിൽ എത്തിയിട്ടുള്ളവർക്ക് കുഴപ്പമില്ല, അവർക്ക് സമൂഹത്തിൻ്റെയോ മറ്റു വ്യക്തികളുടെയോ പെരുമാറ്റം ഒരു തടസ്സമല്ല. എന്നാൽ ആ തലത്തിൽ എത്തിയിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. വേറെ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരും തങ്ങളുടെ കുടുംബവും തങ്ങളുടെ സമൂഹവും എങ്ങനെ തങ്ങളോട് പെരുമാറുന്നതനുസരിച്ച് അവരുടെ രീതികളിൽ മാറ്റം വരാം. അപ്പോൾ സമൂഹമായാലും അടുത്ത കുടുംബമാണെങ്കിലും സ്നേഹിതരാണെങ്കിലും ഈ തെറ്റ് തിരുത്തി ഡിനയിൽ നിന്ന് മറികടന്ന് വരുന്നവരെ കുറച്ച് സഹാനുഭൂതിയോടെ, കുറച്ച് സിമ്പതിയോടെ, കുറച്ച് എമ്പതിയോടെ സമീപിക്കുക. അവർ തെറ്റ് തിരുത്തി എന്നുള്ളത് അവരുടെ ഭീരുത്വമല്ല, അവരുടെ ധീരതയും അവരുടെ സത്യസന്ധതയും അവരുടെ തുറന്ന മനസ്സുമാണ് കാണിക്കുന്നത്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളതല്ലേ. ഡെനിയിൽ കാലങ്ങൾ കഴിഞ്ഞവർക്ക് പോലും പുറത്തു വരാൻ അവസരമുണ്ട്. പക്ഷേ ഇവൻച്വലി നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുള്ളൂ, മറ്റുള്ളവർക്ക് സഹായിക്കാൻ മാത്രമാണ് കഴിയുക. പല കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ ഡിനയലിനെ കുറിച്ച് ആലോചിക്കാം, ഇതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുക. ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ ഡിനയൽ മോഡിലാണോ, ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ സങ്ക് കോസ്റ്റ് ഫാലസിയുടെ ഭാഗമായിട്ട് വിഷ്യസ് ലൂപ്പിൽ കിടന്ന് കറങ്ങുകയാണോ, ആ വിഷ്യസ് ലൂപ്പിൽ നമ്മളെ നിലനിർത്താൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടോ? ഇവിടെ ഏതൊരു കാര്യത്തിലൊന്നും പോലെ മറ്റുള്ളവർ നേരെ വിരൽ ചൂണ്ടാനായിരിക്കും നമുക്ക് താല്പര്യം, ഇങ്ങനെ വിരൽ ചൂണ്ടാനായിരിക്കും നമുക്ക് താല്പര്യം. പക്ഷേ 3 വിരലുകൾ നമ്മുടെ നേരെ തന്നെയാണ് എന്നുള്ളത് ഓർക്കുക. സോ മറ്റുള്ളവർ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മൾ സ്വയം ഇതിലാണോ എന്നുള്ളത് ചിന്തിക്കുക, നല്ലവണ്ണം ചിന്തിക്കുക. ഡിനയൽ മോഡിൽ കഴിയുന്ന ആളുകൾ പുരോഗതിയെ സ്റ്റോൾ ചെയ്യുന്നു, അവരാരെയും എവിടേക്കും നയിക്കുന്നില്ല, എല്ലാവരെയും പുറകോട്ടടിക്കുന്ന ഒരു സമീപനമാണ് ഡിനയൽ മോഡിൽ തുടരുന്ന ആളുകൾ ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. സോ identify, introspect, retrospect, think over it and get out of the denial mode and move forward slowly but steadily. Thank you.